നമസ്കാരം സർ. നമസ്കാരം. ഏകദേശം 60 വർഷത്തെ രാഷ്ട്രീയ ജീവിതം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞു. അത് പൊതുജീവിതത്തിൽ നിന്നാണോ അല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുതിയ ഫുൾ ടൈമായിട്ട് ഉണ്ടാവും? സാർ, എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ്. ഫസ്റ്റ്, നിങ്ങൾ 2014 തിരിച്ച് MLA ആകുന്ന സമയത്ത് കിഴക്കൻ മേഖലകളിൽ ടാങ്കർ ലോറിയിലാണ് കുടിവെള്ളം എത്തിച്ചത്. അതിനെങ്ങനെ നിങ്ങൾ കടന്നുപോയത്? ടാങ്കർ ലോറിയിൽ വരുമ്പോൾ എനിക്കതിൽ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വന്നിട്ടാണ് എനിക്ക് ഭക്ഷണം കഴിച്ചത്. അതൊരിക്കലും വരാൻ പാടില്ല എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് മെനക്കെട്ട് ഇറിഗേഷൻ മന്ത്രി ആയിരിക്കുമ്പോൾ നമ്മൾ ജലജീവൻ മിഷനിൽ എല്ലാ വീട്ടിലും വെള്ളം എത്തിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ ഉപഭോക്താക്കളുടെ പൈസ എടുക്കണം. അപ്പോൾ ഒരാൾക്ക് 6000 തൊട്ട് 15000 വരെ വരും. അത് MLA ഫണ്ടിൽ നിന്ന് കൊടുത്തുകൊണ്ട് അത് മുഴുവനായിട്ട് ഫ്രീ ആയിട്ട് ജലജീവൻ മിഷനിൽ അവിടെ കൊടുത്തു. അതേപോലെ ചിറ്റൂർ, തത്തമംഗലം, പെരുമാട്ടി, പട്ടഞ്ചേരി, നെല്ലേപ്പള്ളി ഈ പഞ്ചായത്തുകളിൽ കിഫ്ബിയിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് കൊടുത്തത്. അവിടെയും നമ്മൾ ഉപഭോക്താക്കളുടെ വിഹിതം എടുത്തില്ല. ഒരു പക്ഷേ ഉപഭോക്താക്കളുടെ വിഹിതം എടുക്കാത്ത ഒരു നിയോജകമണ്ഡലം ഉണ്ടെങ്കിൽ ചിറ്റൂരായിരിക്കും. നമ്മൾ ചെയ്ത പ്രോജക്റ്റ് എന്തായിരുന്നു? ആദ്യം ആ കുടിവെള്ളം, അതായത് ടാങ്കർ ലോറി നിർത്തലാക്കണോ? കുടിവെള്ളം സപ്ലൈ ചെയ്തിട്ടാണ് ടാങ്കർ ലോറി നിർത്തിയത്. അതെ, അതെങ്ങനെയാണ് സപ്ലൈ ചെയ്തത്? പൈപ്പിൽ കൂടെ എല്ലാം കൂടി പൈപ്പിൽ കൂടെ ടാങ്കുകൾ കെട്ടി. പിന്നെ പട്ടഞ്ചേരി, പെരുമടി ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല? എനിക്ക് തോന്നുന്നു 5 മൈൽ, കുന്നങ്കാട്ടുപതി, മൂങ്കിലൂടെ, വഴലപ്പതി. ഇതിനൊക്കെ ഏകദേശം ബഡ്ജറ്റ് എന്തായി സാർ? ബഡ്ജറ്റിൽ ഏകദേശം പെരുമാട്ടി, പട്ടഞ്ചേരി, നെല്ലേപ്പള്ളിയിൽ 126 കോടി 77 ലക്ഷം ടോട്ടലായിട്ട്. 250 വടകരപ്പതി, കൊഴിഞ്ഞാമ്പാറ 143 കോടി 53 ലക്ഷം. ഇത്രയാണ് ടോട്ടലായിട്ട് ചെയ്തത്. അതിൽ പൈപ്പ് ലൈനിൽ കൂടി ഉൾപ്പെടും. ടാങ്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകം നോക്കണം, എന്നാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2016 നിങ്ങൾ കയറിയ ശേഷം ഏകദേശം എത്ര കാലം വന്നു ഇതെല്ലാം പൂർത്തിയാക്കാൻ പദ്ധതി? 3 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി. 3 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി. കിഴക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ തമിഴ് വസിക്കുന്ന പ്രദേശമാണല്ലോ. അവർക്ക് വേണ്ടിയിട്ട് താങ്കൾ ഈ 10 വർഷത്തിൽ എന്താ ചെയ്തിട്ടുണ്ട്? ഭാഷാന്വേഷണങ്ങളുടെ താല്പര്യം കണക്കിലെടുത്ത് പട്ടഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ +2 കോഴ്സ് അനുവദിച്ചു. കേരളത്തിലെ അപൂർവം ചില പഞ്ചായത്തുകൾ ഒഴികെ ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണുള്ളത്. ഇതോടെ പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി എണ്ണം 2 അപ്പോൾ അതിന് ഏകദേശം എത്ര തുകയായിരുന്നു നമ്മൾ ചിലവാക്കിയത്? ഈ തമിഴ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയ തുക പ്രത്യേകിച്ച് നോക്കി പറയണം. SSLC പരീക്ഷയ്ക്ക് തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്ക് തമിഴ് ഭാഷയിൽ ചോദ്യപേപ്പറുകൾ ലഭ്യമാക്കാൻ സാധിച്ചു. ഇതിന് മുൻപില്ലായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഇതെപ്പോഴാണ് നിങ്ങൾ ചെയ്തത്? ഏകദേശം 2 കൊല്ലമായി. 2 കൊല്ലമായി. SSLC പരീക്ഷ നൽകുന്ന അതേ രീതിയിൽ +2 പരീക്ഷാ പേപ്പറുകൾ നൽകണമെന്ന സംസ്ഥാന ഭാഷാ ന്യൂനപക്ഷ സമിതിയിൽ ഉന്നയിച്ചതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ അനുകൂല നടപടികൾ സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. +2 അത് ലിംഗസ്റ്റിക് മൈനോറിറ്റിയുടെ കമ്മിറ്റിയിൽ ചുറ്റുവരുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. പൂരുവ കൗണ്ടർ, വേട്ടുവ കൗണ്ടർ, പടയാച്ചി കൗണ്ടർ, കവാലിയ കൗണ്ടർ എന്നീ സമുദായങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തി. ഈ മേഖലയിൽ തമിഴ്നാടും കേരളവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലകളിൽ ഈ തമിഴ്, മലയാളം അറിഞ്ഞ LD ക്ലാർക്കുമാർ അങ്ങനെ നിയമിക്കണം പറഞ്ഞിട്ട് ഉണ്ട്. അതെന്താ ചെയ്യുന്നുണ്ട്. ഏകദേശം എത്ര ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയാം, ഓർമ്മയില്ല. എല്ലാ ഓഫീസിലും തമിഴ് ഭാഷ അറിയണവർ വേണം. സാറേ, അടുത്തൊരു നിയമസഭാ ഇലക്ഷനെ കുറിച്ച് ചോദിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അപ്പോൾ വടകരപ്പതി, കൊഴിഞ്ഞാമ്പാറ, എരുത്തേൻപതി, ഇവിടെയെല്ലാം ഒരു ഭരണം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ചിലവില്ല. അതിനാകുന്ന സമയത്ത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൊഴിഞ്ഞാമ്പാറയിൽ സതീഷിൻ്റെ വിഷയം കാരണം അങ്ങനത്തെ ഒരു വിഭാഗീയത. വടകരപ്പതി ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അതിൽ താങ്കളുടെ പാർട്ടി ഒരു സീറ്റും കിട്ടിയില്ല. എരുത്തേൻപതി സ്ഥിതി വ്യത്യസ്തമല്ല. ഈ നിയമസഭാ ഇലക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? ഈ നിയമസഭയും പഞ്ചായത്ത് ഇലക്ഷനും ഒന്നിച്ച് കണക്കാക്കാനേ പറ്റില്ല. നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഇതായിരിക്കുമല്ലോ എപ്പോഴും നിയമസഭ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ 8000 വോട്ട് ലീഡുണ്ട് LDF ടോട്ടൽ എടുത്താൽ. അപ്പോൾ അതിൽ പ്രശ്നമില്ല. പഞ്ചായത്ത് ഇലക്ഷനും ഇതിന് രണ്ടും കണക്കാക്കുന്നത് വ്യക്തിപരമായും സമുദായവും ഒക്കെ കണക്കാക്കിയിട്ടാണ് വോട്ടിംഗ് വരിക. അതാണ് ഒരു സ്ഥിതി. നിയമസഭാ ഇലക്ഷൻ അങ്ങനെയല്ല. ജനങ്ങളുടെ വികസന പ്രവർത്തനം നടത്തി കണ്ടത് തന്നെയാണ്. അങ്ങനെയാണ്
എനിക്ക് 34,000 വോട്ട് കൂടുതൽ കിട്ടാൻ കാരണം. 6,000 വോട്ടിൽ നിന്ന് പോയി 34,000 വോട്ടാകാൻ കാരണം എന്താണ്? വികസന പ്രവർത്തനത്തിനാണ്. കുടിവെള്ള ബോർഡിലൂടെ എത്തിച്ചു. പിന്നെ എനിക്ക് അതായത് നിങ്ങൾ ജയിക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഏകദേശം ഒരു ഇതുണ്ട്, ഒരു പാർട്ടി കറ്റിയ സ്ത്രീയുടെ ചിഹ്നം ഇതെല്ലാം ഉണ്ടായിരുന്നു. വരുന്നത് മുരുകദാസ് ഏട്ടനാണ്, മോദി ഒരു ചിഹ്നവുമാണ്. ഇത് എല്ലാവരും റീച്ച് ആയിട്ടുണ്ടോ? ഇല്ല, അതൊരു പ്രശ്നമല്ല. നമ്മളിപ്പോൾ LDF എന്നുള്ള കക്ഷികളിൽ പല കക്ഷികളും സീറ്റ് കണ്ട് കറ്റിയ സ്ത്രീ എന്ന് പറയുന്ന രജിസ്റ്റർ ആയ ഒരു സാധനം അല്ല, അത് സമ്മതിച്ചെന്ന്. ഞങ്ങളത് അവർ BJPയുമായി ചേർന്നപ്പോഴാണല്ലോ നമ്മളിങ്ങനെ ഒന്ന് മാറേണ്ട ഒരു സ്ഥിതി വന്നത്. അതെ. അപ്പോൾ അതൊരു പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ ഘടകകക്ഷികൾക്ക് ഒരാൾക്ക് സീറ്റ് കൊടുത്താൽ അപ്പോൾ അത് പുതിയ ചിഹ്നമല്ലേ വരിക? അതൊന്നും ഒരു പ്രശ്നമല്ല. ജനങ്ങളൊക്കെ അതൊക്കെ വളരെ വേഗം ഉൾക്കൊള്ളും. സുരേഷ് ഏട്ടൻ, അഡ്വക്കേറ്റ് മഹേഷ്, പിന്നെ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു നേതാവായിട്ട്. നിങ്ങൾ മുരുകദാസ് ഏട്ടനെ തിരഞ്ഞെടുക്കാൻ കാരണം? മുരുകദാസ് അങ്ങനെയല്ല, ഞാനല്ല തിരഞ്ഞെടുത്തത്, പാർട്ടി അല്ലേ? പാർട്ടി തന്നെ. അയാൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന നല്ലൊരു മിടുക്കനായ ചെറുപ്പക്കാരനാണ്. ഏകദേശം എത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതാണ് താങ്കൾ വിചാരിക്കുന്നത്? ഞാൻ എൻ്റെ ഭൂരിപക്ഷം കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണെന്ന്. അത് ആഗ്രഹം എത്ര കിട്ടുമെന്ന ഒരു ഐഡിയ ഇല്ല, അത് ഏകദേശം അതിൽ കിട്ടും. എന്താ പറയുക, അത്രയും വലിയ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു വികസന പ്രവർത്തനം നടത്താൻ സാധിക്കില്ല. ആ രീതിയിലാണ് അത് നടത്തിയത്. വിഭാഗീയത ഒന്നും ബാധിക്കില്ലയോ നിങ്ങൾക്ക്? CPMന്റെ ഇവിടുത്തെ ഇല്ല, അതെല്ലാം പാച്ച് ചെയ്തു. അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ ചോദിക്കുന്ന ഒരു ഗോപാലപുരം റോഡാണ്. കാരണം കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ ആൾക്കാരും എരുത്തേൻപതിലെ ആൾക്കാരും കൂടുതൽ പോകുന്നതും വരുന്നതും പാറ റോഡ് അങ്ങനെയൊക്കെയാണ്. പാറ പട്ടത്തലിച്ച് എത്തുമ്പോഴേക്കും റോഡ് മഹാകുണ്ടും കുഴിയാകുന്നു. എനിക്ക് തോന്നുന്നു 10ഓളം മരണം അവിടെ സംഭവിച്ചും പോയിട്ടുണ്ട്. മന്ത്രി എന്ന നിലയിൽ താങ്കൾ ഇടപെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ? അതിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കിബിയിൽ 224 കോടി രൂപ ചെലവിൽ റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. താൽക്കാലികമായി അതിൻ്റെ അറ്റകുറ്റപ്പണിപ്പെടുത്താൻ 3.5 കോടി രൂപ അനുവദിച്ചു. കരാറുകാരൻ പ്രവൃത്തി ചെയ്തില്ല. റോഡ് നിലവിലുള്ള വീതിയിൽ നവീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ 9.10 കോടി രൂപ അനുവദിക്കുകയും കരാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. പാറ, കൊഴിഞ്ഞാമ്പാറ എന്നിവിടങ്ങളിൽ റോഡിന് സ്ഥലമെടുപ്പ് ആവശ്യമുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ എന്താ വെച്ചാൽ റോഡ് വീതിയുണ്ട്, ഇത് സ്ഥലം എടുക്കണം. അതാണ് ഇത്. സർക്കാർ ഏറ്റെടുക്കണം, സ്ഥലം ഏറ്റെടുക്കണം, അതിന് വില കൊടുക്കണം. അതിന് എല്ലാവരും തയ്യാറാണോ? അതിന് വില കൊടുത്ത് അല്ലെങ്കിൽ ലാൻഡ് അക്വിസിഷനിൽ എടുക്കണം. അതിന് പൈസയാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ തരാൻ നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് ലാൻഡ് അക്വിസിഷനിലേക്ക് തന്നെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് വൈകിയത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് സ്ഥലം ധാരാളം ഉള്ളതുകൊണ്ട് ഈ കിഫ്ബി ഉദ്ദേശിച്ച വീതിയിൽ കിട്ടണമല്ലോ. അതാണ് കിഫ്ബിയിൽ 17.6 കോടി സ്ഥലമെടുപ്പിന് വേണ്ടി 17.65 കോടി രൂപ സ്ഥലമെടുപ്പിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ സ്ഥലമെടുപ്പിന് ശേഷം കിഫ്ബിയുടെ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ ഉള്ള വീതിയിൽ റോഡ് പണി പൂർത്തിയാക്കുന്നതാണ്. രണ്ടാം ഘട്ടത്തിൽ നമ്മളിപ്പോൾ മെയിൻ്റനൻസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കിഫ്ബിയിലെ മാനദണ്ഡത്തിനനുസരിച്ച് റോഡിൻ്റെ വീതി വേണമല്ലോ. അത് ആളുകളായിട്ട് നെഗോഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ അക്വിസിഷൻ എടുക്കും. മരിച്ച വീട്ടുകളിൽ പോകുമ്പോൾ 50 വയസ്സ് 60 വയസ്സായ ആളുകൾ മരിച്ചു പോകുമ്പോൾ നല്ല മരണം എന്നാണ് പറയുക. എന്താ വെച്ചാൽ BP നോക്കില്ല, ഷുഗർ നോക്കില്ല, ഒന്നും നോക്കില്ല. പാവപ്പെട്ട കർഷകരും കർഷക തൊഴിലാളികളും താമസിക്കുന്ന സ്ഥലമാണ്. വലിയ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ വലിയ ആളുകൾ താമസിക്കുന്ന സ്ഥലമല്ല ഈ മേഖല, ഗ്രാമപ്രദേശങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ ചികിത്സയ്ക്ക് വേണമെങ്കിൽ കോയമ്പത്തൂർ പോകണം, അല്ലെങ്കിൽ തൃശ്ശൂർ പോകണം, പാലക്കാട് പോകണം എന്നുള്ള സ്ഥിതിയാണ്. അപ്പോൾ പലവരും ചികിത്സിക്കാൻ എന്തെങ്കിലും മരുന്ന് ഷോപ്പിൽ നിന്ന് തരുന്ന മരുന്ന് മേടിച്ച് കഴിച്ചുകൊണ്ട് അങ്ങനെ മരണങ്ങൾ ധാരാളം വരുന്നത്, രോഗങ്ങൾ ധാരാളം ഉണ്ടായപ്പോഴാണ് ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഒരു ആസ്പത്രി നമുക്കിവിടെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൽ, അതുപോലെ മെഡിക്കലിൽ നല്ല രീതിയിലുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് താലൂക്ക് ആസ്പത്രി ഇവിടെ കൊണ്ടുവരാൻ കാരണം. 70 കോടിയും പിന്നെ ഒരു 10 കോടി 20 കോടി റുപ്യ, അങ്ങനെ 110 കോടി റുപ്യോളം ഇതിനു വേണ്ടി ചെലവ് ചെയ്ത് എല്ലാ ഉപകരണങ്ങളും വന്നു. 4 ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത് ഞാൻ വരുന്നതിന് മുമ്പ്. ഇപ്പം 18 ഡോക്ടർമാരായി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായി. ഇനി 6 ആളിനെ കൂടി ഇപ്പം അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുത്തു വച്ചിട്ടുണ്ട്. അതും വന്നാൽ ഈ പാലക്കാട് ജില്ലാ ആസ്പത്രിയിലും മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടുത്തെ ചികിത്സയ്ക്ക് കിട്ടും. അതിലെന്താ ഗുണം വെച്ചാൽ
ഓരോ കുടുംബത്തിൻ്റെയും ആരോഗ്യത്തിന് നടക്കുന്ന ചിലവ് വളരെ കമ്മിയാകുമ്പോൾ കുടുംബം രക്ഷപ്പെട്ടു പോകും. അതാണ് അതിൻ്റെ ഉള്ളിലെ ഉദ്ദേശം. സാർ നിങ്ങൾ 97 MLA ആയിട്ട് ഇറങ്ങുക, അതിനുശേഷം 2016 തിരിച്ചു വരുന്നത്, ഏകദേശം 20 വർഷം ഗ്യാപ്പ് അല്ലേ? അതിൽ എന്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കിയോണ്ട് 20 വർഷത്തെ കെ അച്യുതൻ ഭരിച്ച ആ സമയകാലങ്ങൾ? ഇല്ല, അതൊന്ന് എന്താ വെച്ചാൽ ഇവിടെ കുടിക്കാൻ വെള്ളമില്ല. ഞാൻ വരുന്നവരെയും കുടിക്കാൻ മറ്റേ ലോറി വെള്ളവും വരുന്ന ക്യൂ നിൽക്കുകയാണ് കുടിവെള്ളത്തിന് വേണ്ടി കുടം വെച്ചിട്ട്. അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. അതേപോലെ RBCയിൽ എല്ലാ കാലത്തും പറമ്പിക്കുളം വെള്ളം കിട്ടാതെ ഉണക്കവും ഒക്കെ വരുന്ന സ്ഥിതിയായിരുന്നു. അത് മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മളിതൊരു പരിഹാരം കാണുന്നുള്ളൊരു തീരുമാനമെടുത്തത്. അങ്ങനെയാണ് നമുക്ക് ഈ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചത്. കുടിവെള്ളം സാധിച്ചു. അതേപോലെ പറമ്പിക്കുളത്തെ വെള്ളത്തിന് അവർ വെള്ളം എപ്പോഴും പകുതി സെക്കൻഡ് ക്രോപ്പേ കിട്ടുള്ളൂ, പകുതി ഉണങ്ങിപ്പോവും. അത് മാറ്റിയെടുത്ത് നമ്മൾ കണക്ക് തീർത്ത് വെള്ളം മേടിക്കാനും, ഇപ്പോൾ മകരക്കൊയ്ത്ത് എന്ന് പറഞ്ഞപ്പോൾ മകരം കഴിഞ്ഞ കുംഭം കഴിഞ്ഞ മീനമാസമായില്ലേ, മകരം കുംഭം മീനം എത്തി, ഇനിയും വെള്ളം നിന്നിട്ടില്ല. മകരമാസത്തിൽ വെള്ളം നിൽക്കേണ്ടതാണ്. പക്ഷേ നിയമപ്രകാരം എപ്പോഴും എന്താ പറയുക, കൃഷിക്കാർ വെള്ളം എപ്പോഴും കിട്ടുന്നുള്ള നിലയ്ക്ക് കൃഷി രീതിയും സമ്പ്രദായവും മാറ്റി. സാർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ സാറിനെ കൊണ്ട് എന്തെങ്കിലും വരണ്ട, ഈ ഇലക്ഷനിൽ മത്സരിക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതെല്ലാവരും ഉണ്ടാവല്ലോ, സമ്മർദ്ദം ഉണ്ടാവുമല്ല. അതൊരു സ്വാഭാവികമല്ലേ. നമ്മൾ ചെയ്ത വികസന പ്രവർത്തനം കൊണ്ടാണ് അത് ഒരു വേണം പറഞ്ഞത്. നമ്മളെയൊക്കെ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടല്ല കാണുന്നത്. എന്നെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് അവരെല്ലാം കാണുന്നത്. എന്നെ മന്ത്രിയെന്നോ MLA എന്നോ വിളിക്കുന്നത് വല്ല അപൂർവമേ ഉള്ളൂ. ഒന്നില്ലയോ കൃഷ്ണൻകുട്ടിയേട്ടാന്നേ അവർ വിളിക്കുകയുള്ളൂ എല്ലാവരും. അല്ല, ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നേ, സാറ് ഇലക്ട്രിക് മറ്റേ എന്താണ് ജീപ്പ് ഓട്ടിയിട്ട് ഇങ്ങനെ വിസിലടിച്ചു പോകുന്നു, സുഖമായിട്ട് പോകുന്നു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ സാർ? അതൊക്കെ പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു. അതല്ലേ, ഇപ്പോഴും ജീപ്പ് ഓടിക്കാറുണ്ടോ സാർ? ഇപ്പോൾ ജീപ്പൊന്നും ഓടിക്കാറ്, വണ്ടി ഓടിക്കാറില്ല. ഇനി എന്തായിരിക്കും വിശ്രമ സമയത്ത് താങ്കൾ ചെയ്യുന്നത്? ഇല്ല, നമ്മൾ അത് ഗാന്ധിജി, നെഹ്റു ഗാന്ധിജിയെ കാണാൻ വന്നു പ്രധാനമന്ത്രിയായ ശേഷം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ഉപദേശം ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം എണീറ്റാൽ അന്ന് ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ളവരിനെ എങ്ങനെ സഹായിച്ചു എന്നുള്ള തീരുമാനമായിരിക്കണം എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതെൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ ഏറ്റവും എനിക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളൊരാളെ എന്ത് സഹായിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നമ്മുടെ മനസാക്ഷിയോട് പറയണം എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. അതുകൊണ്ടത് നമ്മൾ കാലത്ത് 6 മണിക്ക് എണീറ്റാലും രാത്രി 10 മണി വരെയും ആ ചിന്തയിൽ നിന്നുള്ള വർക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഡെവലപ്മെൻറ്റ് ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. 3035 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഞാൻ വരുമ്പോൾ 78% വിദ്യാഭ്യാസ നിലവാരം 10ാം ക്ലാസ്സിൽ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ സാധാരണ കർഷക തൊഴിലാളികളുടെയും മക്കളാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായി പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തൊരു സ്ഥിതിയാണ്. അത് നോക്കിയിട്ടാണ് ഇങ്ങനെ വിദ്യാഭ്യാസമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഓരോ സ്കൂളിലും സെലക്ട് ചെയ്തുകൊണ്ട് വിദ്യാകരൻ പറഞ്ഞ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് വിദ്യാകരൻ പറഞ്ഞ് കൊണ്ടുവന്നത്. അതിന് കാരണക്കാരൻ രവീന്ദ്ര മാഷാണ്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം ഇവിടെ വന്ന് ഇങ്ങനെയുള്ള പഠിക്കുന്ന കുട്ടികളെ എല്ലാം നോക്കിയത്, പഠിക്കാത്ത കുട്ടികളെ മുഴുവൻ നോക്കി വിളിച്ചു വരുത്തി അവർക്ക് പ്രത്യേക ട്യൂഷൻ ഇതൊക്കെ കൊടുത്തു. ഇപ്പോൾ 99.86 റിസൾട്ട്. അതാണതിൽ എനിക്ക് ചെയ്തൊരു തൃപ്തി. അതേപോലെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. വെള്ളം കിട്ടാതെ അമ്മമാർ പണിക്ക് പോകാതെ വീട്ടിൽ 3 ആളുണ്ടെങ്കിൽ ഒരാൾ വെള്ളം ലോറിയും വരെയും വെള്ളത്തിനെയും കാത്തുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. അത് മാറി എല്ലാ വീട്ടിലും വെള്ളം എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളൊരു വലിയ തൃപ്തിയുണ്ട്. ഇപ്പം മക്കളുണ്ടെങ്കിൽ 2 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടീനെ സ്കൂളിൽ പോകാതെ വെള്ളം പിടിക്കാൻ നിർത്തുന്ന ഒരു കാലമായിരുന്നു അത്. അതൊന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചെന്നുള്ളൊരു തൃപ്തി പൊതുരംഗത്ത് നിൽക്കുമ്പോൾ നമുക്കതാണ് ഏറ്റവും വലിയ തൃപ്തിയുള്ളത്. സാർ ഒരുപാട് ഈ സഹായിച്ചിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും. ഞാൻ പറഞ്ഞത് ഏകദേശം 65 വർഷമുണ്ടാവും രാഷ്ട്രീയ സമയം.
ഇതിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടാവുമോ? ഇപ്പോഴും മാനസികമായിട്ട് നമ്മൾക്കത് ഓർക്കുമ്പോഴേ സന്തോഷമോ സങ്കടമോ വരുന്നത്? ഇവിടെ അയിത്തം ഉണ്ടായിരുന്നു. ആ അയിത്തം ഉണ്ടായിരുന്നു. അതായത് വെള്ളം എടുക്കാൻ സമ്മതിക്കില്ല വലിയ ആളുകളുടെ വീട്ടിൽ. അവർ കോരി കൊടുക്കുന്നതാണ്. ആ സ്ഥലത്ത് നിന്ന് ആ അയിത്തത്തിനെതിരായി പോരാട്ടം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ പോരാട്ടം ഉണ്ടായിരുന്നു. വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമരങ്ങളൊക്കെ ഞാൻ പങ്കാളികളായിരുന്നു. ആ പങ്കാളികളാകുമ്പോൾ എന്നെ അതിൻ്റെ ജന്മിമാർ വളഞ്ഞാക്രമിക്കാൻ വന്നപ്പോൾ ആ പട്ടികജാതി പട്ടികവർഗ സ്ത്രീകളാണ് എൻ്റെ ചുറ്റും കൂടിയിട്ട് ഞങ്ങളെ കൊന്നിട്ട് എൻ്റെ നേതാവിനെ കൊന്നാൽ മതി വരുന്നത് തന്നത്. ഇത് ഏകദേശം സാറിൻ്റെ വയസ്സായ ടൈമിൽ അപ്പോൾ ഒരു 79 ഓ ഒരു 30 30 വയസ്സാകുള്ളൂ ആകുന്നുള്ളൂ, അതിന് താഴെ. അതിനുശേഷമാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ശക്തമായിട്ട് വരുന്നത്? ശക്തമായിട്ട്. ഞാനങ്ങനെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ MLA ആണെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ സമരം നടത്തി, അതുപോലെ കർഷക തൊഴിലാളി സമരം 6-11 നടത്തിയത് ഇവിടെ ആദ്യമായിട്ടാണ്. ഇവിടെയാണ്. അല്ല, അപ്പോൾ ഇവിടെ കോൺഗ്രസ് ഉണ്ടായിരുന്നു, CPM ഉണ്ടായിരുന്നു ശക്തമായിട്ട്. പിന്നെ നിങ്ങൾ ജനതാദളിൽ പോകാനുള്ള കാരണം? ഞാനും ആദ്യം കോൺഗ്രസ്സിലായിരുന്നു, സംഘടനാ കോൺഗ്രസ്സിലായിരുന്നു. മാറി വന്നതാണ്. അന്ന് ഇന്ദിരാഗാന്ധി തെറ്റാണ് ചെയ്യുന്നത് തോന്നിയിട്ടാണ്. അടിയന്തരാവസ്ഥ കാലത്തിന് മുൻപോ അതിനുശേഷം? അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ആദ്യം കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു? അതെ, ആദ്യം കോൺഗ്രസ് വളരെ ചെറുപ്പത്തിൽ കോൺഗ്രസ്സിലായിരുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊന്നുമില്ല, കോൺഗ്രസ്സുകാരനായിട്ടൊരു അത്രയേ ഉള്ളൂ. അവിടുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് കർഷക തൊഴിലാളികളെയും കർഷകരെയൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെയാണ് തുടങ്ങിയത്. ജനതാദളിൽ പോകാനുള്ള കാരണം? ജനതാദളിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ ആ സംഘടനാ കോൺഗ്രസ് ജനതാ പാർട്ടിയായി ലയിച്ചതാണ്. ഓ, അങ്ങനെയാണ് പോയതല്ല. ഓക്കെ. ഞങ്ങൾ അന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടായല്ലോ, ജനതാ പാർട്ടി, ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ. അന്ന് മൊറാർജി ദേശായി എന്നല്ലോ അതിൻ്റെ ലീഡർ. ഞങ്ങളുടെ സംഘടനാ കോൺഗ്രസിൻ്റെ നിജലിംഗപ്പനെ ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. കാമരാജ് സെക്രട്ടറി? അതെ, കാമരാജ് കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയതാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടോ? അല്ല, അതിന് മുൻപ് തന്നെ. എന്നിട്ടാണല്ലോ പിന്നെ അടിയന്തരാവസ്ഥയൊക്കെ ആക്കിയത്. ഇത് തെരഞ്ഞെടുപ്പിലൊരു വിഷയം കൊണ്ടാണല്ലോ ഇവരിങ്ങനെ വന്നത് അല്ലേ? തോറ്റു വന്ന് തിരിച്ച വിധി വരുന്നു, അതിനുശേഷമാണ് അർദ്ധരാത്രിയിൽ പോയിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അതിന് മുൻപിൽ പുറത്താക്കാനുള്ള കാരണം എന്താ? അല്ല, അവർ ഈ പാർട്ടിക്ക് വിരുദ്ധമായിട്ട് നിന്നു. അന്ന് ഇന്ദിരാ കോൺഗ്രസ് പറഞ്ഞിട്ട് കോൺഗ്രസ് നിന്ന് പുറത്താക്കിയവരെ അവർ പിന്നെ ഇന്ദിരാ കോൺഗ്രസ് പറഞ്ഞുണ്ടാക്കിയതാണ്. അതൊക്കെയാണ് നിങ്ങൾ ചൊടിപ്പിക്കാനുള്ള കാരണങ്ങൾ? അതെ. അപ്പം പിന്നെ ഇതിലേക്ക് കൈപിടിച്ചുയർത്തി നിങ്ങളുടെ നേതാവ്? എന്നെ അങ്ങനെ നേതാവല്ല, നമ്മളൊരു പണിയെടുത്ത് ഇങ്ങനെ സാധാരണക്കാരുടെ പ്രശ്നത്തിൽ പണിയെടുത്ത് വന്നപ്പോൾ നേതാവ് എന്ന് പറയാൻ അങ്ങനെ ഗോപാലേട്ടൻ ഉണ്ടായിരുന്നു, കെ ഗോപാലൻ, അബ്രഹാം മാഷ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ശങ്കരനാരായണൻ, ഞങ്ങളൊക്കെ ഒന്നിച്ചൊരു ടീമിലായിരുന്നു. KP വിശ്വനാഥൻ, അതൊക്കെ പോയില്ലേ, തലമുറയെ പോയില്ലേ. സാർ, തിരിച്ച് നിങ്ങൾ 2016 തിരിച്ച് MLA ആകുന്ന സമയത്ത് ആണ് RB കനാലിൻ്റെ പണി തുടങ്ങുന്നത്. ഇല്ല, അതിന് മുൻപിൽ K. അച്യുതൻ തുടങ്ങി വെച്ചിരുന്നോ? ഇല്ല, അതിന് മുമ്പൊന്ന് ശിവരാമഭാരതിൻ്റെ കാലത്ത് തന്നെ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. അതൊന്ന് കണി പകുതി ഇട്ടിട്ട് പോയതാണ്. പക്ഷേ ഉമ്മൻചാണ്ടിൻ്റെ സർക്കാർ 90 കോടി രൂപയോളം അനുവദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെലവ് ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട് ചെലവ് ചെയ്തില്ല? അനുവദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ₹1 പോലും ചെലവ് ചെയ്തില്ല. അത് സ്ഥലം ഏറ്റെടുക്കൽ പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ഇല്ല, സ്ഥലം ഏറ്റെടുക്കുക അന്നൊക്കെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തതായിരുന്നു അവർ. ഇവർ തെങ്ങ് മുറിച്ച കേസുകളിലെല്ലാം ഈ വിഷയത്തിൽ പ്രതിയായിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് വണ്ണവട്ട കുറച്ചപ്പുറത്ത്. അപ്പോൾ സ്ഥലം ഏറ്റെടുത്തില്ല എന്നാണ് അന്ന് അവർ പറഞ്ഞത്. അതെ, എന്ന് ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിനെ അതിക്രമിച്ച് കയറുകയല്ലോ. അപ്പോൾ സാർ അതെങ്ങനെ കൈകാര്യം ചെയ്ത്? അതെങ്ങനെ വെച്ചു, പിന്നെ അക്യൂസേഷനിൽ വില കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് ഫ്രീ സറണ്ടർ ആയിരുന്നു. ഞാനുണ്ടാകുമ്പോഴാണ് ഇത് തുടങ്ങിയത്, കനാല്. അതായത് ഫസ്റ്റ് കൈക്കോട്ട് വെക്കുന്നത് താങ്കൾ ഉള്ളതാണ്, അല്ല എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നു? 80-82 അത് കഴിഞ്ഞിട്ടാണല്ലോ അച്ഛൻ വരുന്നത്.
ആ 20 വർഷക്കാലം RBCക്ക് വേണ്ടി കെ അച്യുതൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ത് ചെയ്തിരിക്കണം? ഒന്നും ചെയ്തിട്ടില്ല. സ്ഥലം വിട്ടുകിട്ടാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയ ഒരാളുടെ ഭൂമി വെട്ടിയെന്നല്ലാണ്ട് വല്ല കാര്യമുണ്ടോ? തെങ്ങ് വെട്ടിയെന്നല്ലാതെ. അപ്പോൾ 20 വർഷക്കാലത്തോളം കെ അച്യുതൻ MLA ആയിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്താണ് സാർ? നിങ്ങൾക്കറിയില്ല, 97 നിങ്ങൾ ഇറങ്ങണം, തിരിച്ച് 2016 വരുമ്പോഴേ ഒന്നും ഉണ്ടായിരുന്നില്ല. RBCയിലേക്ക് ഒരു നേട്ടവും ഉണ്ടാക്കിയില്ല. RBC അല്ലാതെ വേറെ എന്തെങ്കിലും എനിക്ക് ചിറ്റൂർ മറ്റേ നാട്ടുകൾ കോളേജ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു? നാട്ടുകൾ ഭാഷാന്യൂനപക്ഷങ്ങളുടെ പേരിൽ ഒരു കോളേജ് വന്നിട്ട് തോന്നുന്നു, അത്രയേ ഉള്ളൂ. വേറൊന്നുമില്ല. ഇന്നത്തെ കാണുന്ന റോഡുകളോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ലല്ലോ. ഇന്നിപ്പോൾ റോഡ് ചിറ്റൂർ നിയോജകമണ്ഡലത്തിൽ ഏതെങ്കിലും നല്ല റോഡുണ്ട്? അത് പറപൊള്ളാച്ചിയിൽ മാത്രം ഇതൊരു തർക്കത്തിൻ്റെ പേരിലല്ലാണ്ട് ബാക്കി എല്ലാ റോഡും നല്ല റോഡുകളല്ലേ. ആശുപത്രി, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയില്ലേ. അന്ന് ഡോക്ടർ 1 മണി വരെ ഉണ്ടാവുള്ളൂ, ഒരു ഡോക്ടറേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 3 ഡോക്ടർമാർ വൈകുന്നേരം വരെ ഇരിക്കണ്ടല്ലേ. ഇത് കുടുംബച്ചെലവ് എത്ര ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടി? പക്ഷേ പഞ്ചായത്ത് റോഡുകൾ അനുവദിക്കുന്ന സമയത്ത് ഫണ്ട് അനുവദിക്കും, പക്ഷേ അത് പൂർത്തിയാക്കാനും തുടങ്ങി വെക്കാനോ കഴിയുന്നില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും പഞ്ചായത്തിൽ ഫണ്ട് ഇല്ലെന്ന്. ഇല്ലെങ്കിൽ അയ്യസ്വാമി പോലൊരു കോൺട്രാക്ട്. അത് അയ്യസ്വാമി എടുത്ത കോൺട്രാക്ടർ അയാൾ കോൺഗ്രസ് നേതാവായിരുന്നു. അയാൾ എടുത്തിട്ട് പോയി, പിന്നെ പണി ചെയ്യാണ്ട് പോയതാണ്. അങ്ങനെയാണ് അത് പോയത്. അല്ല, വടകര പോലെ അനേകം റോഡുണ്ട് ഇതേപോലെ ഒന്നും ചെയ്യാൻ. അത് തന്നെ അയാൾ ഇങ്ങനെ ചുരുങ്ങിയ മറ്റേ റേറ്റ് താത്തിയിട്ട് എടുക്കും, എല്ലാ കോൺട്രാക്റ്റും അയാൾക്ക് എടുക്കും, എന്നിട്ടൊന്നും ചെയ്യില്ല. എന്നിട്ടാണ് അയാൾ പിന്നെ മരിച്ചും പോയി. അപ്പോൾ ആ ഫണ്ട് എന്തോ ഇനി? ആ ഫണ്ട് ഇപ്പോൾ പുതുതായിട്ട് ചെയ്യാൻ കോൺട്രാക്ട് എടുത്ത് ടെൻഡർ വെച്ച് കഴിഞ്ഞു, എൻ്റെ വർക്ക് ആരംഭിച്ചു. അപ്പോൾ അത് അടുത്ത മഴക്കാലത്തിനുള്ളിൽ തീരും? തീരും. നല്ല കഴിഞ്ഞു. സാർ, സമയത്തിന് നന്ദി. ശരി.